إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാനും അങ്ങനെ ഇരിക്കെ മരണപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ദരിദ്രരായ ആളുകളുണ്ടായിരിക്കും. ഈ ദരിദ്രരായ ആളുകളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലും അടുത്ത ഖുതുബയിലും ദരിദ്രരായ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിലൊന്നാമത്തേത്, സഹോദരങ്ങളെ, يجعل ما يزيد من النفقة عن حاجته وحاجة أهله للفقراء والمساكين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആവശ്യം കഴിഞ്ഞ് തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യവും നിർവഹിച്ച് ബാക്കിയുള്ളത് അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങൾക്കും ദരിദ്രരായ ആളുകൾക്കും വിതരണം ചെയ്തിരുന്നു എന്നുള്ളതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, كان رسول الله صلى الله عليه وسلم ينفق من ماله على أهله ويتصدق بفضله. رسول الله صلى الله عليه وسلم തങ്ങൾ അവിടുത്തെ ധനം തൻ്റെ കുടുംബത്തിന് ചെലവഴിക്കും. ബാക്കി വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവപ്പെട്ടവർക്ക് ചെലവഴിക്കുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. റസൂലിൻ്റെ പതിവ് അതായിരുന്നു. അവിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ, കുടുംബത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ മിച്ചം വരുന്നതെന്തോ അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. അത് അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതരണം ചെയ്യാറുണ്ട് എന്നത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്തായ മാതൃകകളിൽപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത്, സഹോദരങ്ങളെ, യതഅസ്സറു ഇദാ റഅൽ ഹാജ ഫീ വുജൂഹി ബഅദി അസ്ഹാബി ഔ ഹൈഅതിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിൽ പാവപ്പെട്ട ആളുകൾ അവരുടെ രൂപത്തിലോ അവരുടെ മുഖത്തോ പ്രയാസം കണ്ടാൽ, അവരുടെ വേഷവിധാനങ്ങളിലോ രൂപത്തിലോ മുഖത്തോ പ്രയാസം കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിഷമം പ്രകടമായി കാണും എന്നുള്ളതാണ്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഫജാഅഹു ഖൗമുൻ ഹുഫാത്തുൻ ഉറാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നു. ഹുഫാത്തുൻ ഉറാത്തുൻ മുജ്താബിൻ നിമാരി അവിൽ അബാ മുതഖല്ലിദിസ് സുയൂഫ്, കഴുത്തിൽ വാളുകൾ തൂക്കിയിട്ട് അതുപോലെ തന്നെ നേരാവണ്ണം നല്ലൊരു ചെരുപ്പ് ധരിക്കാനില്ലാതെ നഗ്നപാതരായി നല്ലൊരു വസ്ത്രം ധരിക്കാനില്ലാത്ത രൂപത്തിൽ
കുറച്ചാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ആമത്തുഹും മിൻ മുളർ ബൽ കുല്ലുഹും മിൻ മുളർ. അവർ മുളർ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫതമഅറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതമഅറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ റഅ ബിഹിം മിനൽ ഫാഖ. അവരുടെ ദാരിദ്ര്യം കണ്ട്, അവരുടെ ദാരിദ്ര്യത്തിന്റെ ആ പ്രയാസം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിറം മാറി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ആ വിഷമം പ്രകടമായി കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് അവർക്ക് സ്വദഖ നൽകാനായി കൽപ്പിച്ചു. മൂന്നാമത്തേത് സഹോദരങ്ങളെ, മുവാസാതുഹും ബിൽ അതായ വ ഇക്റാമുഹും ബിൽ ഹദായ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ നൽകിക്കൊണ്ട് അവരെ സഹായിക്കും. അതുപോലെ തന്നെ സ്വദഖ മാത്രമല്ല, ഹദിയകൾ നൽകി, സ്നേഹ സമ്മാനങ്ങൾ നൽകി അവരെ ആദരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അഹ്ലുസ്സുഫയിൽപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ചടഞ്ഞിരുന്ന ദരിദ്രരായ മഹാന്മാരായ സ്വഹാബികളുണ്ട്. അവർക്കാണ് അഹ്ലുസ്സുഫ എന്ന് പറയുന്നത്. അഹ്ലുസ്സുഫയിൽപ്പെട്ട മഹാന്മാരായ ആ സ്വഹാബത്ത്, അവരോടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനത്തെക്കുറിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അതത്ഹു സദഖ ബഅസ ബിഹാ ഇലൈഹിം വലം യതനാവൽ മിൻഹാ ഷൈഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരെങ്കിലും സ്വദഖ കൊണ്ടെന്ന് കൊടുത്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്തോ സ്വദഖയോ ആരെങ്കിലും കൊണ്ടു ചെന്ന് കൊടുത്താൽ അത് മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ ആ സ്വഹാബത്തിന് വിതരണം ചെയ്യും. മുഴുവൻ തന്നെ വിതരണം ചെയ്യും. ഒന്നും അതിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുകയില്ല. വഇദാ അതത്ഹു ഹദിയ അർസല ഇലൈഹിം വഅസാബ മിൻഹാ വഅശ്റകഹും ഫീഹാ. എന്നാൽ സ്നേഹ സമ്മാനങ്ങൾ റസൂലിലേക്ക് വരുമ്പോൾ, ഹദിയകൾ വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഓഹരി എടുത്തിട്ട് അത് ആ പാവപ്പെട്ട, ബാക്കിയുള്ളത് ആ പാവപ്പെട്ട സ്വഹാബത്തിനും അഹ്ലുസ്സുഫക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹ സമ്മാനമായി നൽകാറുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ സ്വദഖ നൽകൽ മാത്രമല്ല, സ്വദഖ നൽകും, അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹ സമ്മാനങ്ങളും പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് നൽകാറുണ്ടായിരുന്നു എന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉന്നതമായ മാതൃകയിൽപ്പെട്ട കാര്യമാണ്. നാലാമത്തേത് സഹോദരങ്ങളെ, യഹ്സു അസ്ഹാബഹു അലാ ഇത്ആമിൽ ഫുഖറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനെ പ്രേരിപ്പിക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പ്രേരിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന അസ്ഹാബ സുഫ കാനു ഉനാസൻ ഫുഖറാ. അഹ്ലുസ്സുഫയിൽപ്പെട്ട ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ ചടഞ്ഞിരുന്ന് ദീൻ പഠിച്ചിരുന്ന ആളുകൾ, അവർ ദരിദ്രരായ ആളുകളായിരുന്നു. വഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കാന ഇൻദഹു തുആം ഇസ്നൈൻ. ആരുടെയെങ്കിലും അടുക്കൽ രണ്ടുപേരുടെ ഭക്ഷണമുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വീട്ടിൽ രണ്ടുപേർക്കുള്ള ഭക്ഷണമുണ്ടെങ്കിൽ ഫൽയസ്ഹബ് ബിസാലിസിൻ. മൂന്നാമതായി ഒരാളെ ചേർക്കട്ടെ, മൂന്നാമതായി ഒരാൾക്ക് ഭക്ഷണം നൽകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ പദപ്രയോഗങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൽ പോലും വലിയ മാതൃകയും ഗുണപാഠങ്ങളും നമുക്കുണ്ട്. ആരുടെയെങ്കിലും അടുക്കൽ രണ്ടുപേർക്കുള്ള ഭക്ഷണമാണുള്ളതെങ്കിൽ അതിലേക്ക് മൂന്നാമനായി ഒരാളെ ചേർക്കട്ടെ, മൂന്നാമതായി ഒരാളെ ചേർത്ത് കൊണ്ടുപോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന ഇൻദഹു തുആമു അർബഅത്തിൻ ഫൽയസ്ഹബ് ബിഖാമിസിൻ ബിസാദിസിൻ. ആർക്കെങ്കിലും 4 പേർക്കുള്ള ഭക്ഷണം ആരുടെയെങ്കിലും അടുക്കലുണ്ടെങ്കിൽ,
4 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ 5-ാമതായി 6-ാമതായി അതിലേക്ക് ഒരാളെ കൂടെ ചേർത്തിട്ട് ആ വ്യക്തിയെ കൂടെ കൊണ്ടുപോകട്ടെ. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വഅന്ന അബാ ബക്രിൻ ജാഅ ബിസലാസത്തിൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഈ കൽപ്പന കേട്ടപ്പോൾ 3 ദരിദ്രരായ സ്വഹാബികളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. വൻതലഖ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅശറ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം കൽപ്പനകൾ പുറപ്പെടുവിപ്പിക്കുന്ന ഉപദേശങ്ങൾ നൽകുന്ന ആൾ മാത്രമായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം തന്നെയാണ് മാതൃക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10ഓളം ദരിദ്രരായ ആളുകളെ തന്റെ വീട്ടിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്ക് വലിയ മാതൃകയുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽമൂഫീന അഹ്ദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രരോട് സ്വീകരിച്ച മറ്റൊരു സമീപനമാണ് ഇദാ ലം യകുൻ ഇൻദഹു മാ യുവാസി ബിഹിൽ ഫഖീർ യുർസിലുഹു ഇലാ അഹദി അസ്ഹാബി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ദരിദ്രൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു ദരിദ്രന്റെ വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞാൽ, ആ ദരിദ്രനായ ആൾക്ക് മതിയായത് നൽകാൻ മുഹമ്മദ് മുസ്തഫക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ സ്വഹാബത്തിനോട് ഈ വിഷയം പറഞ്ഞ് ആ വ്യക്തിയെ ഏറ്റെടുക്കാൻ, ആ വ്യക്തിയുടെ കാര്യം നിർവഹിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അസ്വാബനിൽ ജഹദ്, അള്ളാഹുവിന്റെ റസൂലെ പട്ടിണിയാണ്, പ്രയാസത്തിലാണ് റസൂലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഈ വ്യക്തിയെ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ കുടുംബത്തിലേക്ക് അയച്ചു. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കോളൂ എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബത്തിലേക്ക് അയച്ചു. ഫലം യജിദ് ഇൻദഹുന്ന ശൈഅ. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ലോകത്തിന്റെ രാജാവ്, അള്ളാഹുവിന്റെ ഖലീൽ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറെ പ്രയാസത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഈ വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോയപ്പോൾ, കുടുംബത്തിലേക്ക് പോയപ്പോൾ ഫലം യജിദ് ഇൻദഹുന്ന ശൈഅ, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലില്ലല്ലോ, തന്റെ ഭാര്യമാരുടെ പക്കലും ഇല്ല, എങ്കിൽ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, എന്റെ കൈ ഇല്ലാത്തത് കൊണ്ടല്ലേ, ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലപാട് സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അലാ റജുലുൻ യുളയ്യിഫു ഹാദിഹി ലൈല യർഹമുഹുല്ലാഹ്. ഇന്നത്തെ രാത്രി ഒരു വ്യക്തിയുണ്ട്, ഇന്നത്തെ രാത്രി ആർക്കാണ് ഈ വ്യക്തിക്ക് ആതിഥ്യമരുളാൻ സാധിക്കുന്നത്? അള്ളാഹു അവന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മഹാന്മാരായ സ്വഹാബത്തിന് ഈ വ്യക്തിയെ കാണിച്ചു കൊടുക്കണം. മഹാന്മാരായ സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദരിദ്രനായ പട്ടിണി കിടക്കുന്ന ഈ മനുഷ്യനെ കാണിച്ച് ആ വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദരിദ്രരെ നമ്മൾ ചേർത്തു പിടിക്കണം, അവർക്ക് വേണ്ടത് നമ്മൾ നൽകണം. നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരായ, ഭക്ഷണം കഴിക്കാനില്ലാത്ത, നേരാവണ്ണം വസ്ത്രം ധരിക്കാനില്ലാത്ത, അതുപോലെ തന്നെ മരുന്ന് വാങ്ങാൻ സമ്പത്തില്ലാത്ത, അതുപോലെ തന്നെ ഒരുപാട് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാനില്ലാത്ത ഒരുപാട് ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിയുമെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഏറ്റവും മാന്യമായ രൂപത്തിൽ നൽകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നൽകുന്നവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റസൂലിന്റെ മാതൃകയനുസരിച്ച് അവരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ഹദിയകൾ നൽകാനും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് സാധിക്കുന്നില്ലേ, നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലേ, നമ്മുടെ കാര്യം തന്നെ പരിങ്ങലിലാണെങ്കിൽ, പ്രയാസത്തിലാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ കാണിക്കുന്ന മാതൃക നമ്മൾ മിണ്ടാതിരിക്കണമെന്നല്ല, ഒന്നും ചെയ്യണ്ടെന്നല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതുപോലെ മറ്റുള്ളവരെ
സ്വതക്ക നൽകാൻ പ്രേരിപ്പിക്കണം. ഈ പാവപ്പെട്ട വ്യക്തിയുടെ കാര്യം മറ്റുള്ളവരുടെ അടുക്കൽ ശുപാർശ ചെയ്യിപ്പിച്ചുകൊണ്ട് കഴിയുന്നതുപോലെ സഹായിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വം വിളിച്ചോതുന്ന, അള്ളാഹുവിൻ്റെ ദീൻ എത്രമേൽ മനോഹരമായ സൽസ്വഭാവങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നത് എന്നറിയിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ മരണം വരെ അടിയുറച്ചു നിൽക്കാൻ, ഈ ദീനിന്റെ അനുയായികളായി തീരാൻ, ഈ ദീനിന് വേണ്ടി പോരാടാൻ, ഈ ദീനിന് വേണ്ടി പരിശ്രമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം ഇത്രയും ഇസ്സത്തോടെ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർക്കു മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.